പഞ്ചായത്തിലെ 2-ാം വാർഡിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം തങ്കമണി എന്ന വളരെ പാവപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു വീട് അനുവദിച്ചിരുന്നു. ആ വീട് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലമില്ലാത്തതുകൊണ്ട് കെട്ടുതാലി ഉൾപ്പെടെ പണയം വെച്ചും വിറ്റും ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിയിട്ട് 8 സെൻറ്റ് സ്ഥലം ഏതാണ്ട് 5 ലക്ഷം രൂപയോളം മുടക്കിയിട്ട് വാങ്ങുകയും അതിലൊരു വീട് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. 8 സെൻറ്റ് സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് 8 സെൻറ്റ് സ്ഥലത്തിനകത്ത് ആ മണ്ണ് ഡംപ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ആ മണ്ണ് ഡംപ് ചെയ്യുകയും വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഈ സ്ത്രീക്കെതിരെ ജിയോളജി വകുപ്പിൽ ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോളജി വകുപ്പിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിച്ച് ഒരു മനസ്സാക്ഷിയില്ലാതെ ലക്ഷക്കണക്കിന് രൂപ പിഴ വിധിച്ചിരിക്കുകയാണ്. ഇത് ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. PMAY പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ മാത്രമാണ് ഈ പാവപ്പെട്ട സ്ത്രീക്ക് സർക്കാരിൽ നിന്നും കിട്ടുന്ന ആ ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം ആരംഭിച്ച ആ വീട് പ്രവൃത്തി ഒരു പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ നിലവിൽ നിത്യരോഗിയായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആ കുടുംബം വാടക വീട്ടിലാണ് കഴിയുന്നത്. നല്ലൊരു തുക വാടകയ്ക്ക് കൊടുക്കേണ്ടി വരുന്നു. ജീവിതമാർഗം പ്രത്യേകം ഇല്ലാത്തത് കൊണ്ട് ഒരു തട്ടുകട നടത്തിയാണ് ഉപജീവനം കഴിക്കുന്നത്. ആ സ്ത്രീക്ക് ഈ തരത്തിൽ മനസാക്ഷിയില്ലാത്ത പെരുമാറ്റം നടത്തിയ ജിയോളജിയുടെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് നാട്ടിലെ ജനങ്ങളെ പൊതുവായ ആവശ്യം.